ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇനി ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഷോർട്സ് കണ്ടു കാണും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ഒരു 2013 എൻ്റെ ഒരു ആർട്ടിക്കിള് സ്ത്രീധനം മാഗസിനിൽ വന്നതാണ് കേട്ടോ. അത് ഞാനന്ന് മ്യൂറൽ പെയിൻറ്റിങ്, കേക്ക് മേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആർട്ടിക്കിളാണ് വന്നത്. ഇത് 2015 വന്ന ഒരു ആർട്ടിക്കിളാണ്. അതും മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഉള്ള ഒരു ആർട്ടിക്കിളായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ക്രോഷ്യോ ലേസുകൾ ചെയ്യുന്ന ഹാൻഡ് കർച്ചീഫുകൾ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മോൻ പറഞ്ഞു, അമ്മ എപ്പോഴും ഈ വലിയവർക്കുള്ളത് മാത്രമേ ഇടാണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ചെറിയ ചെറിയ കാർട്ടൂൺസുകളൊക്കെ ഹാൻഡ് കർച്ചീഫിൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അവൻ എനിക്ക് ഈ ഒരു കാർട്ടൂണിൻ്റെ പിക്ചർ എനിക്ക് തന്നു. എന്നിട്ട് അതുപോലെ ചെയ്യാമെന്നു. അപ്പോൾ നമ്മൾ പഴയകാല സ്മരണകൾ പുതുക്കാനായിട്ട് നോക്കുമ്പോൾ പെയിൻ്റ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതെല്ലാം കട്ട പിടിച്ചിരിക്കണം. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ആഗ്രഹം വേഗം സാധിക്കാൻ വേണ്ടിയിട്ട് പെയിൻറ്റ് മേടിക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പം ഞാൻ അത് കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്ത് അതിനൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ പടം നമ്മുടെ ഹാൻഡ് കർച്ചീഫിലേക്ക് വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഡൈല്യൂട്ട് ചെയ്ത പെയിൻറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അബദ്ധം പറ്റിയത്. ഇത് കണ്ടോ, ഇത് മുഴുവൻ സ്പ്രെഡായി, സൈഡ് മുഴുവൻ സ്പ്രെഡായി. പക്ഷേ നമ്മളത് മേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ത്രെഡ് വെച്ച് അതിന് ഫുൾ ഔട്ട്ലൈനിൻ്റെ ഭാഗത്താണല്ലോ ആ സ്പ്രെഡ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ഓടി ഔട്ട്ലൈനായിട്ട് നമ്മളതിൻ്റെ ആ പടത്തിലുള്ള പോലെ തന്നെ ഔട്ട്ലൈൻ അത് ബ്ലാക്കാണ്. അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ നമ്മൾ ബ്ലാക്കിൽ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ത്രെഡ് വെച്ചിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മൊത്തം എല്ലാ വശത്തും നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് അതിനെ ആ ഒരു സ്പ്രെഡിങ് കവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഫൈനൽ ലുക്ക് വരുമ്പോഴത്തേക്ക് ആ സ്പ്രെഡിങ് ഒട്ടും തന്നെ കാണുന്നില്ല കേട്ടോ. എല്ലാവർക്കും മോനാണേലും ഒക്കെ വളരെ ഇഷ്ടമായി. അപ്പം നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഭാഗം എന്ന് പറയുന്നത് ആ കണ്ണിൻ്റെ പോർഷനാണ്. കണ്ണിൻ്റെ പോർഷനിൽ നമ്മൾ ആ ഒരു പടത്തിൽ കാണിച്ച പോലെ തന്നെ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് ത്രെഡുകൾ വെച്ചിട്ട് തന്നെ, ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡ് വെച്ച് തന്നെയാണ് അതും നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഫൈനൽ ലുക്കിലേക്ക് വരുമ്പോഴത്തേക്കും എക്സാക്റ്റ് ഏകദേശം ഒരുപോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ താങ്ക് യു.